നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% ടാരിഫ് US ഏർപ്പെടുത്തിയതിനെതിരെ തിരിച്ചടിച്ച് ചൈന. ഇപ്പോഴിതാ കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് 15%, അസംസ്കൃത എണ്ണ, കാർഷിക യന്ത്രങ്ങൾ, ഉയർന്ന ശേഷിയുള്ള കാറുകൾ എന്നിവയ്ക്ക് 10% തീരുവ ചൈന ഏർപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കയെ തളർത്താൻ ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ അന്വേഷണവും ചൈന പ്രഖ്യാപിച്ചു. ഗൂഗിളിന് വിലക്കേർപ്പെടുത്തിയതോടെ കമ്പനികൾ പ്രതിസന്ധിയിലായി. ശക്തമായ തിരിച്ചടിക്കാണ് ചൈന ഒരുങ്ങുന്നത്. ഗൂഗിളിന് വിലക്കേർപ്പെടുത്തിയതോടെ വ്യാപകമായ ഇടപാടുകൾ തടസ്സപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ. ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ 10% ടാരിഫ് ചൊവ്വാഴ്ചയാണ് പ്രാബല്യത്തിൽ വന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണ് എന്ന് സൂചനകൾ ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. നേരത്തെ മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ 25% ടാരിഫാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. പിന്നീട് ഉഭയകക്ഷി ചർച്ചകൾക്കൊടുവിൽ 1 മാസത്തേക്ക് ടാരിഫ് ട്രംപ് മരവിപ്പിക്കുകയും ചെയ്തു. ട്രംപ് ചുമത്തിയ ടാരിഫുകൾക്കെതിരെ ചൈന തിരിച്ചടിച്ചതോടെ വലിയൊരു വ്യാപാര യുദ്ധത്തിന്റെ വക്കിലാണ് ലോകം. ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയപ്പാടുകൾ സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. വ്യാപാര യുദ്ധത്തിന്റെ ആദ്യ ആക്രമണങ്ങൾ തൊടുത്തത് ട്രംപ് ആണെങ്കിൽ ഇപ്പോൾ ചൈന തിരിച്ചടിക്കുന്നതോടെ കൂടുതൽ ആക്കം കൂട്ടുകയാണ് ഈ യുദ്ധ സാഹചര്യങ്ങൾക്ക്. ബീജിംഗിൽ നിന്ന് തൽക്ഷണ പ്രതികാര നടപടികളാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തുവരുന്നത്. ഗൂഗിളിനെതിരെ ഒരു ആന്റി ട്രസ്റ്റ് അന്വേഷണമാണ് ചൈന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയുടെ ധനകാര്യ മന്ത്രാലയമാണ് കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് 15% തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. US-ൽ നിന്നുള്ള അസംസ്കൃത എണ്ണ, കാർഷിക ഉപകരണങ്ങൾ, വലിയ ഡിസ്പ്ലേസ്മെന്റ് വാഹനങ്ങൾ, പിക്കപ്പ് ട്രക്കുകൾ എന്നിവയ്ക്ക് 10% തീരുവയും ചൈന പ്രഖ്യാപിച്ചു. US കമ്പനികളായ PVH ഗ്രൂപ്പിനെയും ഇലൂമിന ഇങ്ക് എന്ന കമ്പനിയെയും വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ചേർക്കുകയാണ് എന്ന് ചൈന പ്രഖ്യാപിച്ചു. കമ്പനികൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ വിശദീകരിക്കുന്നില്ല ചൈന. എന്നാൽ നിയന്ത്രണങ്ങളും പിഴയുമൊക്കെ ഈ കമ്പനികൾ നേരിടേണ്ടി വരുമെന്ന് ചൈന പറഞ്ഞു. ടോമി ഹിൽഫിഗർ, കാൽവിൻ ക്ലീൻ എന്നിവയുൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്ത്ര കമ്പനിയാണ് PVH. അമേരിക്കയിൽ വലിയ വിശ്വാസ്യതയുള്ള ഈ കമ്പനിക്ക് ചൈനീസ് വ്യാപാര മേഖലയിൽ വലിയ പങ്കാളിത്തവുമുണ്ട്. ആരോഗ്യ സംബന്ധമായ AI സാങ്കേതിക വിദ്യയിൽ NVIDIAയുമായി അടുത്തിടെ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട ജിനോമിക് സീക്വൻസിംഗിൽ വൈദഗ്ധ്യം നേടിയ ഒരു ബയോടെക് സ്ഥാപനമാണ് ഇലൂമിന. US ഏകപക്ഷീയമായി ടാരിഫുകൾ ചുമത്തിയത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ തന്നെ ഗുരുതരമായി ലംഘിക്കുന്നു. ചൈനയ്ക്കും US-നുമിടയിലുള്ള സാധാരണ സാമ്പത്തിക വ്യാപാര സഹകരണങ്ങൾ ഇപ്പോൾ തകർന്ന നിലയിലാണ് എന്ന് ചൈന തന്നെ പറയുന്നു. ചൈനയിൽ നിന്നുള്ള കയറ്റുമതിയിൽ $800 താഴെ മൂല്യമുള്ള കയറ്റുമതികൾക്ക് ടാരിഫ് ഏർപ്പെടുത്തിയിരുന്നതിൽ ഇളവ് വരുത്തിയിരുന്നു നേരത്തെ അമേരിക്കൻ ഭരണകൂടം. ഷെയ്ൻ, ടെമു തുടങ്ങിയ ജനപ്രിയ ചൈനീസ് റീറ്റെയിലർമാർ ഈ വകുപ്പിന്റെ ആനുകൂല്യം ഉപയോഗിച്ച് US മാർക്കറ്റിലേക്ക് ഇരച്ചു കയറി. മെക്സിക്കോയ്ക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ 25% താൽക്കാലികമായി മരവിപ്പിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. മെക്സിക്കോ 10,000 സൈനികരെ US-ഉമായുള്ള അതിർത്തിയിലേക്ക് അയക്കാം എന്ന വാഗ്ദാനം നൽകിയിരുന്നു ട്രംപിന്. അനധികൃത കുടിയേറ്റങ്ങൾ പൂർണ്ണമായി തങ്ങൾ നിയന്ത്രിക്കും എന്ന വാഗ്ദാനമാണ് ട്രംപിന് മെക്സിക്കോ നൽകിയത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ട്രംപിന് ചില വാഗ്ദാനങ്ങൾ നൽകി. $1.3 ബില്യൺ അതിർത്തി പദ്ധതി കാനഡ നടപ്പിലാക്കുമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ ട്രംപിനോട് പറഞ്ഞത്. കാർട്ടലുകളെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും അതിർത്തിയിൽ 24/7 സജീവ ജാഗ്രതയോടെ നിരീക്ഷണം നടത്തുമെന്നും കാനഡ അമേരിക്കയെ അറിയിച്ചു. എന്നാൽ പ്രതികാര നടപടികളിലൂടെ ചൈന തിരിച്ചടിക്കുമ്പോൾ ട്രംപിന്റെ അടുത്ത നിലപാട് എന്താവും? അതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ ജനതയോട് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി പറയുന്നത് നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കും വരെ ടാരിഫുകൾ ചുമത്തി അമേരിക്കൻ ജനതയെ താൻ സംരക്ഷിക്കുമെന്നാണ്. അമേരിക്കയെ വീണ്ടും ശക്തമാക്കണമെങ്കിൽ, മികച്ചതാക്കണമെങ്കിൽ ശക്തമായ നടപടികളെടുക്കണമെന്നതാണ് ട്രംപിന്റെ നിലപാട്. ശക്തമായ നിലപാടുകളും പ്രതിരോധ നടപടികളുമായി ചൈന തിരിച്ചടിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും? ചൈനയുമായുള്ള ഈ വ്യാപാര യുദ്ധം ഏതൊക്കെ തലങ്ങളിൽ ഇന്ത്യക്ക് രക്ഷയാകും? ഈ മാസം നടക്കുന്ന ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഏതെല്ലാം വിഷയങ്ങളാവും സജീവ ചർച്ചയിലേക്ക് വരിക? ചൈനയ്ക്കെതിരെ രൂക്ഷമായ യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ് ട്രംപ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ശക്തമായി പറയുന്നു. എന്തായാലും ചൈന തിരിച്ചടിച്ചത് വലിയ വാർത്ത തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
ചെയ്യുക.